ഹേ ഗൈസ്, ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഔട്ടിങ്ങിന് പോവാണ്. ഹോസ്റ്റലിലുള്ള ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഈ ജാക്കറ്റ് ഞാൻ കുറേ തപ്പിപ്പിടിച്ചിട്ട് അവസാനം ഒരു ഓൺലൈനിൽ നിന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കിൻ കെയർ ചെയ്യണം. ഞാൻ മോയ്സ്ചറൈസർ ഇടുന്നത് കൂട്ടും ഞാൻ എൻ്റെ സ്കിന്നൊന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ നല്ല രീതിയിൽ. അത് കഴിഞ്ഞിട്ട് ആ സമയത്താണ് നമ്മളുടെ പുറകിൽ കൂടെ കുറേ ആൾക്കാർ വരും. അത് നെവർ മൈൻഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇടണം. സൺസ്ക്രീൻ ഇട്ടിട്ട് പോയിട്ട് വല്ല കാര്യമുള്ളൂ. ഇട്ടിട്ട് പോയിട്ട് പോലും ഞങ്ങൾ കരിവാളിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത്രയ്ക്ക് വെയിലായിരുന്നു ഇവിടെ. അങ്ങനെ അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഐബ്രോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഐബ്രോ പെൻസിൽ വെച്ചിട്ട് കുറച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചിട്ട് കുറേ അങ്ങ് കോരി അങ്ങ് എഴുതാൻ പാടില്ല, കുറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഐ ഷാഡോ ഇടണോ വേണ്ടോ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു. പിന്നെ അതങ്ങിട്ടു. ഒരു ഓറഞ്ച് ആണോ അങ്ങനത്തെ ഒരു ഷെയ്ഡ്, വേറെ ഒന്നും എനിക്ക് അതിലിഷ്ടമല്ല. ഇത് കുറച്ച് ഒന്ന് മിക്സ് ചെയ്ത് നല്ല സ്പ്രെഡാക്കി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പം അങ്ങനെ ഞങ്ങൾ ചെയ്ത് നല്ല വൃത്തിയിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കയ്യിലൊക്കെ ഭയങ്കര ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഐലൈനർ ഇടണം. നിങ്ങളുടെ മുമ്പിൽ നിന്ന് എഴുതി കഴിഞ്ഞാൽ റെഡി ആവില്ല. അതൊക്കെ ഐലൈനറൊക്കെ ഇട്ട് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ കയറി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഐലാഷസ് കേൾ ചെയ്യണം. മെസ്കാരോ ലിപ്സ്റ്റിക്ക് പോലെ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് എനിക്ക് മെസ്കാരോ എന്ന് പറയുന്നത്. മെസ്കാരോ ഒക്കെ ഇട്ട് സെറ്റാക്കിയിരിക്കണം ഗൈസ്. സോ ഇത് ഈ ലാഷസ് കേൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ വോളിയം കിട്ടുന്ന പോലെ തോന്നും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയറിലേക്ക് കിടക്കണം. ഹെയർ നല്ല ചെടയായിരിക്കും. രാത്രി എത്ര പിന്നിയിട്ട് കിടന്നാലും രാവിലെ എണീക്കും നല്ല ചെടയായിരിക്കും. അത് കഴിഞ്ഞിട്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കണം. ഞാൻ ഇവിടെ വന്നിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ്. കാരണം വീട്ടിൽ ഞാൻ യൂസ് ചെയ്യില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് അയച്ചിടാൻ വിചാരിച്ചു. കെട്ടി വെക്കുന്നില്ല, അയച്ചിട്ടിട്ട് ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ കൂടെ എന്താ പറയുക, ഒരു മാച്ചിങ് ആയിട്ട് തോന്നി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ധൃതി പിടിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഹോസ്റ്റലിലെ ആൾക്കാർ അവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് വേഗം ഇട്ട് കമ്മലൊക്കെ വേഗം ഇട്ട് അങ്ങനെ സോക്സൊക്കെ ഇട്ട് ഞങ്ങൾ ഒരാൾക്കാർ എൻ്റെ റൂമിലേക്ക് കയറി വരികയാണ് ഒരുങ്ങി കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ്. സോ ബൈ.